ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, വാത്സല്യ കുഞ്ഞുമക്കളെ, വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ നമ്മുടെ ഉപവാസകാലം ആരംഭിക്കുകയാണ്. നോൻപ് കാലം ഒരു പുണ്യകാലമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നോൻപ് കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചാര ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നെറ്റിയിൽ ചാരം പൂശുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും സങ്കടത്തോടു കൂടിയാണ് ഈ കാലഘട്ടം ആരംഭിക്കുന്നത്. എന്നാൽ സങ്കടത്തോടെയല്ല, സന്തോഷത്തോടു കൂടി ആരംഭിക്കുവാനുള്ളൊരു കാലഘട്ടമാണ്. അതിന് കാരണം നമ്മളിനി കൂടുതൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു, കൂടുതൽ സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നു, ഈശോയോട് ചേർന്ന് നിൽക്കുന്നു. ഇനിയുള്ള 40 ദിനങ്ങളൊക്കെ അറിഞ്ഞ് സ്നേഹിക്കുവാനും അറിഞ്ഞ് പ്രവർത്തിക്കുവാനും നന്മ ചെയ്യുവാനുള്ള അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു രൂപം, നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനുള്ള സമയമാണ് ഈ നോൻപ് കാലത്തിലെ പുണ്യകാലം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വന്നു പോയിട്ടുള്ള അവയൊക്കെ മാറ്റിക്കൊണ്ട് അനുതാപത്തോടെ മാനസാന്തരപ്പെട്ട് ദൈവത്തിന് ചേർന്ന മക്കളായി തീരുവാനുള്ള ഈ നല്ല കാലം നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവമക്കളെന്നുള്ള നിലയിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലുമൊക്കെ തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയൊക്കെ മാറ്റിക്കൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ മക്കളോടും അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ, നമ്മുടെ ഈ ലോകത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സഹായം ആവശ്യമുള്ള എല്ലാ മക്കൾക്കും സഹായം ചെയ്തുകൊണ്ട് കൂടുതൽ കരുത്തോടെ കൂടുതൽ സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ട് ഈ സമയം നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 40 ദിനം അത് ഒരു യാത്രയായിട്ട് കാണുവാനായിട്ട്, ദൈവവുമായിട്ട് സ്നേഹപൂർവ്വം മനുഷ്യരുമായിട്ട് പ്രകൃതിയുമായിട്ട് പ്രപഞ്ചവുമായിട്ട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ നമുക്ക് ഏവർക്ക് നൽകണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ നോൻപ് കാലത്തെ സ്വീകരിക്കാം. നിങ്ങൾക്ക് ഏവർക്കും ഈ 40 ദിനങ്ങളിൽ നിരവധി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഭവങ്ങൾ നമുക്ക് ഏവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ജീവിതം ഈ യാത്ര കടന്ന് ഈശോയുടെ ഉത്ഥാനത്തിലെത്തി ആ ഉത്ഥാനത്തിൽ ഈശോയോടൊപ്പം ഉയർക്കുവാനുള്ളവരാണ് നമ്മളെന്ന ബോധ്യത്തോടു കൂടി ശക്തമായിട്ട് ധീരമായിട്ട് ഈ നോൻപ് കാലത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.